ജീരകം, ഇത്തിരി കടുക് ഇട്ടിട്ടും പൊട്ടിക്കുക. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുഞ്ഞുള്ളി ഇങ്ങനെ ചതച്ച് വെച്ചിട്ട് അത് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഈ ഒരു ഇലയാണ് കേട്ടോ, എന്തിലയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇങ്ങനെ ട്രിവാൻഡ്രത്തൊക്കെ കിട്ടുന്നതാണ്. പിന്നെ മല്ലിയില, കറിവേപ്പില ഇട്ട് മൂപ്പിക്കുക. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ ഉരുളക്കിഴങ്ങാണ്. അതിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എല്ലാവരും ഇടുമെന്ന് അറിയില്ല. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല മുളക്, അതുപോലെ തന്നെ കാശ്മീരി മല്ലിപ്പൊടി എല്ലാം ഞാൻ ഈ സ്പൂണിലാട്ടോ, ഈ 2 സ്പൂണാണ് ഇട്ടത്. പിന്നെ ഒരു ശകലം ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടാവും. അതും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം ചിക്കൻ എടുത്ത് അതിൻ്റെ അകത്തേക്ക് ഇടുക. ചിക്കൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി അതിൻ്റെ മേലെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ ഇളക്കി മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത്, ഞാൻ വെള്ളമൊന്നും ഒഴിക്കാറില്ല, സിമ്മിൽ തന്നെ ഇട്ട് വയ്ക്കും. പിന്നെ ഒന്ന് ഇടയ്ക്കൊന്ന് ഹൈ ഫ്ലെയിമും കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കറി റെഡിയാണ്. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന ഈ തവി ഉണ്ടല്ലോ, ഇതാണ്. കാരണം ഇതിൽ മസാലയൊന്നും ഒട്ടി പിടിക്കുന്നില്ല കേട്ടോ. ഞാൻ ഈ മരത്തിൻ്റെ തവിയാണ് എടുക്കാറ്. അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഗ്രേവി ഒന്നും എവിടെ ഒട്ടി പിടിക്കാണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. സിമ്പിൾ ചിക്കൻ കറി.